കല്യാണത്തിന് ഇനി അധികം ദിവസങ്ങളില്ല. ഈ നിമിഷം വരെ എനിക്കതിന്റെ ചൂട് വന്നിട്ടില്ലെന്നാണ് നമ്മുടെ ആള് പറയുന്നത്. ഇതേ അഭിപ്രായം ഉന്നയിച്ചുകൊണ്ട് ഇന്നലെ എന്റെ വീട്ടിൽ നിന്നൊരു കോള് വന്നിട്ടുണ്ടായിരുന്നു. കൂടുതലൊന്നുമില്ല, ഇത് നിന്റെ കല്യാണമാണ്, അതൊന്നും ഇടയ്ക്ക് ഓർത്തോണം, അത്രേ ഉള്ളൂ. അത് ഞാൻ ഓർക്കുന്നുണ്ടല്ലോ. 9 വർഷത്തിന് ശേഷമാണ് നമ്മുടെ ഫാമിലിയിൽ ഒരു കല്യാണം നടക്കാൻ പോകുന്നത്. അത് മാത്രമല്ല, നാട്ടിൽ ഞാനൊരു കല്യാണം കൂടിയിട്ട് ഇപ്പൊ ഒരു 2-3 വർഷമായി. എന്നാ പിന്നെ ഇനി എന്റെ തന്നെ ആയിക്കോട്ടെ. ഇതാണെ കല്യാണം കൂടാൻ കൂട്ടത്തെ ഒരു കല്യാണം കഴിക്കുകയും ചെയ്യാം. ഡ്രസ്സിന്റെ ഡിസ്കഷൻ വന്നപ്പോ നമ്മുടെ ആൾ ഒരൊറ്റ കാര്യമേ പറഞ്ഞോളൂ, അന്നത്തെ ദിവസം നിനക്ക് എന്നെ ഏത് ഡ്രസ്സിൽ കാണാനാണ് ഇഷ്ടം അത് പറഞ്ഞോളാം. ഇത് കേട്ടാ വിചാരിക്കും ഡ്രസ്സിനെ പറ്റി യാതൊരു ധാരണയില്ലാത്തോണ്ടാണ്. എന്നാൽ ഇതങ്ങനെയല്ല. നാട്ടിൽ സ്വന്തമായിട്ട് ഒരു ക്ലോത്തിങ് ബ്രാൻഡ് തന്നെയുള്ള ഒരാളാണ്. നമ്മൾ തമ്മിൽ കണക്റ്റഡ് ആയതും ആ വഴി തന്നെയാണ്. സ്റ്റിൽ നമ്മളുടെ ആളുടെ എല്ലാ കല്യാണ ഡ്രസ്സും റെഡിയാണ്. ഇനിയും ഞാൻ ഈ കാര്യത്തിൽ ശ്രദ്ധ വെച്ചിട്ടില്ലെങ്കിൽ അവര് പെണ്ണിനെ മാറ്റാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. സോ എന്റെ കല്യാണ സാരി നാട്ടിൽ നിന്നാണോ ഇവിടെ നിന്നാണോ എടുക്കുന്നതെന്ന് ഇന്ന് ഫൈനൽ കൺഫർമേഷൻ കൊടുക്കണം. ഫസ്റ്റ് ഇവിടുത്തെ കളക്ഷൻ നോക്കണം. അപ്പൊ എങ്ങനെയാ, തുടങ്ങിയാലോ? എന്നോട് എന്തായാലും ചോദിച്ചല്ലേ, എന്നാ പിന്നെ ഞാനും ഏത് കളർ സാരിയാണ് എടുക്കേണ്ടതെന്ന് ചോദിച്ചപ്പോ ആൾ എന്നോട് ഒരൊറ്റ കാര്യമാണ് പറഞ്ഞത്, നീ ഏത് ഡിസൈനിലുള്ള സാരി വേണേലും എടുത്തു, പക്ഷെ കളർ റെഡ് ആയിരിക്കണം. ആ ബെസ്റ്റ് വെറൈറ്റി ആയിട്ടുണ്ട്. റെഡ് അല്ലാതെ വേറെ ഏതെങ്കിലും കോമൺ കളർ നോക്കിയാൽ പോരെന്ന് ചോദിച്ചപ്പോ എന്നോട് പറയാ, റെഡ് സാരിയിൽ നിന്നെ കാണാൻ സുന്ദരിയായിട്ടുണ്ടത്. അത് കേട്ടപ്പോ ഞാൻ അങ്ങ് വീണു. കളർ മാത്രമേ ഞാൻ ഡിസൈഡ് ചെയ്തിട്ടുള്ളൂ, ഇത് എന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടൂല. സോ ഞാൻ അമ്മമാരെ തന്നെ ഏൽപ്പിക്കാമെന്ന് വിചാരിച്ചു. അപ്പൊ ഇന്നത്രേ ഉള്ളൂ. ബൈ ബൈ.